സന്തോഷ് ജോർജ് കുളങ്ങര ഇല്ലാതാകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ബാങ്ക് ബാലൻസ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതിനകത്തുണ്ടാകുന്ന തർക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ ടൂറ് ഇപ്പോൾ പകലത്തെ ടൂറ് എപ്പോൾ തീരും ഏതാണ് പുള്ളിയുടെ ആകാംക്ഷ. ഹോട്ടലിൽ ചെല്ലണം, പുള്ളിക്ക് 2 അടിക്കണം. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയായി. ഞങ്ങളൊരു ഇടവുകയും താന വീട്ടിലിരുന്നാൽ പോരായിരുന്നു. ഇതൊക്കെ അവിടെ സാധ്യമല്ലേ? ഇതിനേക്കാൾ സൗകര്യം 5 മണി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലല്ലോ. ഞാൻ ഈ ടൂറ് നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പം ആ പല ടൂറിൻ്റെയും കൂടെ ഞാൻ പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതിനകത്ത് ഒരു 60% ആളുകൾക്കും ഈ പോയത് പലതും മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്കൊരു ടൈം പാസ് മാത്രമാണ് യാത്ര. യാത്ര ചെയ്യാൻ പൈസ വേണ്ടേ? ലേബർ ഇന്ത്യയുടെ ഒരു ഏജൻസി ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു ജോലി കൊടുക്കാം. ഡെയിലി ഒരു 100 രൂപ വെച്ച് ആ ശമ്പളത്തിൽ നിന്ന് ഞാനിങ്ങനെ പിടിക്കാം. ഒരു വർഷമാകുമ്പോൾ 36,000 രൂപയാവും. 36,000 രൂപ കൊണ്ട് പോകാവുന്ന ഒരു 5 രാജ്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പ്രത്യേക മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. എനിക്ക് പൈസ ഇല്ലാത്തത് നാട്ടുകാരുടെ ആരുടെയും കുഴപ്പം കൊണ്ടാണോ? പൈസ ഉള്ളവർക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടായത്? ലോട്ടറി അടിച്ചിട്ടാണോ? എൻ്റെ ആദ്യത്തെ നേപ്പാൾ യാത്രയ്ക്ക് 6,500 രൂപ കൊണ്ടാണ് ഞാൻ പോയത്. അന്ന് 6,500 രൂപ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ 6,500 രൂപ കൊണ്ട് തുടങ്ങിയ സഞ്ചാരമാണ് ഇന്നത്തെ ഈ പറഞ്ഞ 148 രാജ്യത്ത് നിൽക്കുന്നത്. ഞാൻ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് എൻ്റെ ഇന്നയാൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ട് പോകണം. അത് തീർച്ചയായിട്ടും എഴുതി വെച്ചിട്ട് പോകും. ഞാൻ എന്തിലിറങ്ങിയാലും കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യും. വേറെ ഒന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നതിന് നല്ല കൂളായിട്ട് തിരിച്ചു വരും. അവന് നല്ല ഭാഗ്യമാണ്. 3 പ്രധാന സംരംഭങ്ങളുണ്ട്. ടെലിവിഷൻ ചാനലുണ്ട്, പ്രസിദ്ധീകരണശാലയുണ്ട്, ടൂർ കമ്പനിയുണ്ട്. ഇതിലൊരു വ്യക്തതയില്ലാതെ ഞാനൊരു ദിവസം ഇല്ലാതായി പോയാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പേജ് എഴുതി വെച്ചാൽ അതിനെല്ലാം സൊല്യൂഷൻ ആകുമെങ്കിൽ അതല്ലേ ബുദ്ധി. നിങ്ങൾ ഇന്ന് ജോലി ചെയ്യേണ്ടത് നാളെ നിങ്ങളുടെ മരണമായിരിക്കും എന്നുള്ള മട്ടിലായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയും 3 പ്രധാന സംരംഭങ്ങളുണ്ട്. ടെലിവിഷൻ ചാനലുണ്ട്, പ്രസിദ്ധീകരണശാലയുണ്ട്, ടൂർ കമ്പനിയുണ്ട്, വേറെയും പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ ഹെറിറ്റേജ് പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. എറണാകുളത്ത് സ്റ്റുഡിയോ കോംപ്ലക്സ്, ഫെസിലിറ്റികൾ, ഇതൊക്കെ നമ്മൾ വളരെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിലൊരു വ്യക്തതയില്ലാതെ ഞാനൊരു ദിവസം ഇല്ലാതായി പോയാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു പേജ് എഴുതി വെച്ചാൽ അതിനെല്ലാം സൊല്യൂഷൻ ആകുമെങ്കിൽ അതല്ലേ ബുദ്ധി, അല്ലേ? ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും എന്തൊക്കെയായിരിക്കും ഒന്നായിരിക്കും. എൻ്റെ പെട്ടെന്നൊരു ആബ്സെൻസിൽ മൊത്തം കൺഫ്യൂഷൻ ആവില്ലേ? ഇത് വലിയ ആനബുദ്ധിയൊന്നുമല്ല, ചെറിയ ബുദ്ധിയാണ്, ചെറിയ കോമൺ സെൻസാണ്. അതെല്ലാവരും ചെയ്യേണ്ടതാണ്. നാളെ എന്തായിരിക്കും എന്ന് അറിയില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല നാളെ എന്താണെന്ന്. അപ്പോൾ ഒരു ക്ലാരിറ്റി നമ്മളുടെ കുടുംബത്തിന്, നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനം നമ്മൾ പ്രകടമായിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മരണശേഷമെങ്കിലും അവർക്ക് കിട്ടുന്ന പോലൊരു സാധനം ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ഈ പറയുന്നതിൽ നിന്ന് ശരിക്കും വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മരണം മുന്നിൽ കണ്ട് നടക്കുന്ന ഒരാളെ പോലെയാണ് തോന്നുക. അതിൻ്റെ കാര്യം എന്താ അറിയോ? എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ? ഒരു വാചകം ഇതാണ്: നിങ്ങൾ ഇന്ന് ജോലി ചെയ്യേണ്ടത് നാളെ നിങ്ങളുടെ മരണമായിരിക്കും എന്നുള്ള മട്ടിലായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ പെർഫെക്ഷനുള്ള. ഞാൻ പെർഫെക്ഷനിസ്റ്റാണ്. എൻ്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. അതായത് നാളെ ഞാൻ മരിക്കും എന്നുള്ള മട്ടിൽ തന്നെ നിങ്ങൾ ഇന്ന് ജോലി ചെയ്താലേ നിങ്ങൾ പെർഫെക്ഷനോട് കൂടി ആ ജോലി ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പുലർച്ചെ 3 മണി വരെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത്. നാളെ രാവിലെ ഞാൻ ഏറ്റില്ലെങ്കിൽ നാളെ ചാനലോ, അല്ലെങ്കിൽ ഇന്നത്തെ പണി തീർത്തിട്ടേ ഞാൻ പോയി കിടന്ന് ഉറങ്ങുള്ളൂ. നാളെ പോകേണ്ട പ്രോഗ്രാംസ് ഫിനിഷ് ചെയ്തിട്ടേ ഞാൻ പോയി കിടന്ന് ഉറങ്ങുള്ളൂ. എനിക്ക് വേണേൽ നാളെ ഏർലി മോർണിംഗ് ഏറ്റു വന്നിട്ടും ചെയ്യാം. എൻ്റെ ചിന്ത വ്യത്യസ്തമാണ്. ഈ കേൾക്കുന്ന ആളുകൾക്ക് ഒത്തിരി വേറെ അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ എൻ്റെ ഈ അഭിപ്രായം കൊണ്ട് നടത്തിയാണ് ഞാൻ ഇന്നത്തെ സന്തോഷ് ജോർജ് കുളങ്ങര ആയത്. എനിക്കതായാൽ മതി. അപ്പം അങ്ങനെ ചിന്തിക്കാറുണ്ട്. റെഡി. അതായത് ഇപ്പം ചിലർ പറയും മരണം വന്ന് വിളിച്ചപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ എന്ത് ചെയ്താൽ വില്ലെഴുതില്ല. പുള്ളി വില്ലെഴുതില്ല. എന്താണെന്ന് ചോദിക്കാൻ പറയാം, വില്ലെഴുതിയാൽ മരിച്ചു പോകും. അതായത് ഈ മരണം പേടിയുള്ള ആൾക്കാരുണ്ട്. പുള്ളി വില്ലെഴുതാതെ ഒരു 200 കൊല്ലം ജീവിക്കും, നമുക്കൊന്ന് കാണട്ടെ. പുള്ളി മോൻ പറഞ്ഞു, അല്ല അപ്പോൾ ഉദ്ദേശം എങ്ങനെയാണ്? പുള്ളി 500 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 500 കൊല്ലം ജീവിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? ഇതല്ല, താങ്കൾ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വില്ലെഴുതാതെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങൾ തകർന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രസ്ഥാനങ്ങൾ ഇല്ലാതായി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എന്തിനാണ് നമ്മളുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ സ്ഥാപനത്തിലെ സഹപ്രവർത്തകരെ ഒക്കെ വലിയ പ്രതിസന്ധിയിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്കൊരൊറ്റ ഷീറ്റിൽ കൊണ്ട് എഴുതി തീർക്കാവുന്ന ഒരു സൊല്യൂഷനാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളെ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ മുന്നേ പോയ ആളുകളുടെ കോപ്പി അടിക്കൽ മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റേതായ യുക്തികൾ മാത്രം ഉപയോഗിച്ച് ഓഫ് കോഴ്സ് അഡ്വൈസ് വാങ്ങാറുണ്ട്. ടെക്നിക്കൽ അഡ്വൈസും ലീഗൽ അഡ്വൈസും ഒക്കെ ഞാൻ വാങ്ങാറുണ്ടെങ്കിലും എനിക്ക് എല്ലാത്തിനും എൻ്റേതായൊരു യുക്തിബോധമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ സഞ്ചാരം ഉണ്ടാക്കിയത്. എൻ്റെ യുക്തിയിലുണ്ടായതാണ് സഞ്ചാരം എന്ന് പറഞ്ഞ ട്രാവലോഗ്. കേരളത്തിൽ ആരും അങ്ങനെ ഒരു പരിപാടി ചിന്തിക്കാത്ത കാലത്തല്ലേ വിഷ്വൽ ട്രാവലോഗ് ഞാൻ ഉണ്ടാക്കുക. അത് എൻ്റെ യുക്തിയിലുണ്ടായതാണ്. ഒരു ക്യാമറയൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ പോയി എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ.
അതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ്. സഫാരി എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ കണ്ടൻറ്റ് ഒരാൾക്കും ട്രാവലും ഹിസ്റ്ററിയും വിഷയമാക്കിക്കൊണ്ടൊരു ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ആരും അന്നും ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ യൂട്യൂബ് വന്നപ്പോഴാണ് കുറേ പേരെങ്കിലും ആ കണ്ടൻറ്റുമായിട്ട് ഇറങ്ങി തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു ടെലിവിഷൻ ചാനൽ അങ്ങനെ തുടങ്ങാൻ ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ യുക്തിയിലുണ്ടാക്കിയ സാധനമാണ്. ഇവിടുത്തെ അപ്ലിങ്ക് ചെയ്യുന്ന ടെക്നോളജിയുടെ ആ ഒരു സോഫ്റ്റ്വെയർ പോലും അതെന്നാണ്ട് 1.25 കോടി രൂപ വേണമായിരുന്നു ആ സോഫ്റ്റ്വെയറിന്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ആ സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞാൽ അപ്ലിങ്ക് ചെയ്യാൻ ഇതിനെ പ്ലേ ഔട്ടിന് ഉള്ളൊരു അറേഞ്ച് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ സംവിധാനം ഉപയോഗിച്ച് എക്സൽ ഷീറ്റും അനുബന്ധമായ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനത് ഉണ്ടാക്കിച്ചു, നമ്മുടെ പിള്ളേരെ ഇരുത്തിയിട്ട്. അപ്പോൾ അതിലാണ് ഓടുന്നത്. അപ്പം നമ്മുടെ യുക്തി, നമ്മുടെ കോമൺ സെൻസ് 12ാമത്തെ കൊല്ലം ആ സിസ്റ്റത്തിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, മറ്റവൻ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ പണി ചെയ്യേണ്ടത്. നമ്മുടെ പണിക്ക് ഇതാണോ നമ്മുടെ പണിക്ക് ഏത് ടൂളാണ് വേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നത്. മറ്റേ ആൾ ഉപയോഗിച്ചതുകൊണ്ട് ആ ടൂള്, അതുകൊണ്ടാണ് മറ്റ് ചാനലുകളെല്ലാം കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ പരസ്യമില്ലെങ്കിലും 5 പൈസ കടം മേടിച്ചിട്ടില്ല. പരസ്യമില്ലാത്ത ചാനൽ ലാഭത്തിലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ എന്താണ് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നൊരു സ്ഥാപനമാണ്. അതിനകത്തെല്ലാം പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം പ്രോഫിറ്റബിളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സഫാരി ചാനൽ, സഞ്ചാരം എക്സ്പ്ലോറേഷൻസ്, ലേവൻ ഡ്യൂപ്ലിക്കേഷൻസ് ലിമിറ്റഡ്, ഇതൊക്കെ മിതമായ ലാഭത്തിൽ. ഞാൻ അമിതമായ ലാഭത്തിലൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം അമിതമായ ലാഭം ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആരെയോ ഞാൻ സ്ക്യൂസ് ചെയ്യുന്നതെന്ന് അതിൻ്റെ അർത്ഥം. അതിനും എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ലേബറിൻ്റെ മാസികയ്ക്ക് വില വർദ്ധിപ്പിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വില വർദ്ധിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിനിടയിൽ എല്ലാവരും എല്ലാവരും എത്രയോ വർഷം, പത്രങ്ങൾ വരെ എത്ര തവണ വില വർദ്ധിപ്പിച്ചു. ഞാൻ വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഇത് ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. നാട്ടു നടപ്പിൻ്റെ പുറകെ പോകാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമായിരുന്നില്ല. ഇല്ല. മരഞ്ഞാട്ടുള്ളിൽ എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ, മരഞ്ഞാട്ടുള്ളിൽ എന്നൊരു ഗ്രാമത്തിലേക്ക് ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചതുകൊണ്ട് തന്നെ. ഞാൻ വലിയ കേവനൊന്നുമല്ല, ഞാൻ വലിയ പ്രതിഭാശാലിയല്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ മരുന്നുകളാണ്, അതായത് എൻ്റെ ചെറിയ യുക്തിയും ചെറിയ കോമൺ സെൻസും അത് വർക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. താങ്കളില്ലാത്ത ഒരു സഫാരിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനല്ലെങ്കിൽ ഇതെങ്ങനെ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വേറൊരാൾ, ഇപ്പോൾ AI ഒക്കെ ഒരുപാട് വരുന്ന ഒരു കാലമാണ്, ഒരു AI അങ്ങനെ വരും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ചിന്തിച്ചിരിക്കുന്നത് ഞാനില്ലാത്ത കാലത്ത് മറ്റുള്ളവരെങ്ങനെ ചെയ്യുന്നുള്ളതല്ല, എൻ്റെ പോലും ആവശ്യമില്ല, ഞാനുള്ളപ്പോൾ തന്നെ എൻ്റെ ആവശ്യമില്ലാത്തൊരു കാലം സഫാരി വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് കാര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ടൊക്കെ ഈ ആദ്യകാലത്തൊക്കെ, അതൊക്കെ നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. ആദ്യകാലത്തൊക്കെ ഞാൻ സഞ്ചാരത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളും അതിൻ്റെ അന്ന് സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫയലുകളായിട്ട് സൂക്ഷിക്കുമായിരുന്നു. മീൻസ് അത് ഡിജിറ്റലായി എഡിറ്റ് ചെയ്യുന്നതൊക്കെ നോൺ ലീനിയർ എഡിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം, കൺസോൾഡേറ്റ് ചെയ്യാത്ത ഫയലുകൾ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. വോയിസ് ഓവർ ഒരിടത്ത്, വിഷ്വൽ ഒരിടത്ത്, മ്യൂസിക് ഒരിടത്ത്, ആംബിയൻസ് ട്രാക്ക് വേറിടത്ത്, ഇങ്ങനെ 4 ട്രാക്ക് 5 ട്രാക്കാക്കി സൂക്ഷിച്ചു. എന്ത് വെച്ച് കഴിഞ്ഞാൽ 50 കൊല്ലം കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ, പിന്നെ എനിക്ക് മനസ്സിലായി HD വന്നപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ്റെ ഒരാവശ്യമില്ല. ആ ഒരു സാധനത്തിന് ഒരു ആർക്കൈവൽ വാല്യൂ അല്ലാതെ ഇതിനൊരു മാർക്കറ്റേ ഒന്നുമില്ല. അപ്പം ടെക്നോളജി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ പ്രതിഭാശാലികൾ വന്നുകൊണ്ടിരിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളിലൂടെ ലോകത്തിലെ ഏത് സാധനവും കാണാൻ ഇനി സഞ്ചാരം കാണേണ്ട ഒരു ആവശ്യമില്ല ആളുകൾക്ക്. നിങ്ങൾക്ക് നയഗ്ര ഫാൾസ് കാണാൻ പണ്ട് സഞ്ചാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ നയഗ്ര ഫാൾസ് അടിച്ചാൽ നിങ്ങൾക്ക് 1000 വീഡിയോസ് അതിനകത്ത് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ മലയാളം എന്താണ് വോയിസ് ഓവർ വേണമെന്ന് പറഞ്ഞാൽ AI അത് വോയിസ് ഓവർ മലയാളത്തിലാക്കി തരും. മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് നയഗ്ര ഫാൾസിൻ്റെ വോയിസ് ഓവർ കേൾക്കണം, നറേഷൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതാക്കി തരും. അതെ. അപ്പം ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ കാര്യത്തിലേ തർക്കമുള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങര ഇല്ലാതാകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ബാങ്ക് ബാലൻസ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതിനകത്തുണ്ടാകുന്ന തർക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ പ്രശ്നങ്ങൾ മുന്നേ കാണില്ല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ബാക്കിയൊക്കെ സേഫായിട്ട് കാണും. ഇതുപോലെ ഞാൻ പറഞ്ഞത്, എനിക്ക് ശേഷം ഇനി ആരും ഇല്ലയെന്ന് ചിന്തിക്കുന്നത് ആ പ്രശ്നം. സന്തോഷ് ജോർജ് കുളങ്ങര ഇല്ലെങ്കിൽ പ്രതിഭാശാലികളായ മിടുമിടുക്കന്മാർ ആ സ്പേസ് പെട്ടെന്ന് ഒക്കിപ്പേ ചെയ്യും. കടലിലെ വെള്ളം പോലെയാണ്, അവിടെ ഒരു കുഴി ഉണ്ടാവുമോ കടലിൽ, അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം വന്നാൽ നകർന്നോളും വിതിൻ സെക്കൻഡ്സ്. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ആളുകൾ ആരും ഭയപ്പെടേണ്ട. സഫാരി എന്നുള്ള പേരിലായിരിക്കില്ല, ചിലപ്പോൾ വേറൊരു പേരിൽ ഇതുപോലൊരു ചാനൽ, ഇതിനേക്കാൾ മികച്ചൊരു ചാനൽ അപ്പോൾ ഉണ്ടാവും. സാറിൻ്റെ സഞ്ചാരം ഞാൻ ആദ്യമായി വിദേശ രാജ്യങ്ങൾ കണ്ടത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് സഫാരി നമ്മുടെ ഇതിലാണ് കാണുന്നത്. അപ്പോൾ അതിലെനിക്ക് സാറിൻ്റെ അടുത്ത് വന്നിട്ട് പോയി അനുഭവം എന്ന് ചോദിക്കാൻ ഒരുപാട് പേർക്ക് പലതും കാണുമെങ്കിലും എന്നെ സംബന്ധിച്ച് അത് ഒരൊറ്റ ഒരെണ്ണമാണ്, ദി ഗ്രേറ്റ് മൈഗ്രേഷൻ. എന്ന് വെച്ചാൽ
എനിക്കെന്തോ അത് ഈ ലയൺ കിങ്ങും അതും ഇതൊക്കെ കണ്ടതിൻ്റെ അങ്ങനത്തെ സിനിമകളുടെ ഒരു ഇഫക്റ്റ് ഉണ്ടാവാം. എനിക്കത് കാണുമ്പോൾ താങ്കളത് വിവരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഫീലാണ്. അതായത് ഞാൻ അവിടെ പോയി ആ മൃഗങ്ങളിൽ ഒരാളായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന പോലത്തെ. സോ ഏറ്റവും കണ്ട മനോഹരമായ കാഴ്ചകളിലൊന്ന് ഈ ദി ഗ്രേറ്റ് മൈഗ്രേഷൻ ആണോ? എനിക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് കേൾക്കാം. അതിൻ്റെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ വിഷ്വൽ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ വികാരം എന്തെന്ന് പറയാൻ ഞാൻ ശ്രമിക്കും. പക്ഷേ അത് 100% നല്ല ഒരു 50% പോലും വിജയിക്കാറില്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു മെക്കാനിക്കൽ പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്ന സഫാരിയുടെ വോയിസ് ഓവറായിട്ട് മാറുന്നത്. എഴുതുന്ന ഒരാൾ, അത് പ്ലേസ് ചെയ്യുന്ന വേറൊരാൾ, ശബ്ദം കൊടുക്കുന്ന വേറൊരാൾ, ഇങ്ങനെ ഒരു സാങ്കേതികമായ കുറേ പ്രോസസ് അതിനകത്ത്. ഇതെല്ലാത്തിനും എനിക്ക് സമയം ഇല്ല. ഞാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡെയിലി വേണം സഞ്ചാരവും, ഓർക്കണം. ഡെയിലി ഓരോ എപ്പിസോഡ് ഉണ്ടാകും വേണം വിദേശത്ത് പോയി ഷൂട്ട് ചെയ്ത് തന്നെ. അപ്പം അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്മിഷൻ ലോസ് ഒത്തിരി ഉണ്ടാവും. ഇപ്പം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കുമ്പം ഞാൻ പറയേണ്ട കാര്യം ക്ലാരിറ്റി വരുത്തിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് എനിക്ക് മുഖത്ത് കാണാം. മറ്റേത് അങ്ങനെയല്ല. ഞാനൊരു പകുതി സംതൃപ്തി പോലും ഇല്ലാതെയാണ് ഓരോ എപ്പിസോഡും സംപ്രേഷണം ചെയ്യുന്നത്. ഇറ്റ്സ് എ റിയാലിറ്റി. ഞാൻ ഏറ്റവും ഡിപ്രസ്ഡ് ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിൽ കണ്ട ഒരു സഞ്ചാരവും ഞാൻ ഷൂട്ട് ചെയ്ത സഞ്ചാരവും ഞാൻ പറയാൻ ആഗ്രഹിച്ചതും അത് പൂർണ്ണതയിലില്ലാതെ ഇത് എയർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ദുഃഖം എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ അത് അറ്റൈൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാം, എൻ്റെ ഒരു 5 കൊല്ലം മുമ്പത്തെ സഞ്ചാരത്തേക്കാൾ ഇപ്പോഴത്തെ സഞ്ചാരം വളരെ ബെറ്ററാണ് പലതും. മീൻസ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ അതിനുണ്ട്. അതിന് ഈ പറഞ്ഞ സാങ്കേതികമായ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് പരിഹരിക്കാനാണ് ഒരു പരിധിവരെ ഞാൻ സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് പറയാനുള്ളത് കുറേയും കൂടെ എൻ്റെ ശബ്ദത്തിൽ ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ ശ്രമിക്കാറുണ്ട്. ഓരോ വിഷയങ്ങളെടുത്തിട്ട് സഞ്ചാരത്തെ മുഴുവൻ കാണിക്കുന്നതിന് പകരം സഞ്ചാരിയുടെ ഡയറി കുറിപ്പ്